ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സോ ഈ ഒരു വീഡിയോ ലാസ്റ്റ് വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. സോ ലാസ്റ്റ് വീഡിയോ വന്നിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് GBP/USDയിൽ ലാസ്റ്റ് വീക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഒരു ട്രേഡിൻ്റെ ഒരു റീക്യാപ്പായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു വീക്കും നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് GBP/USD തന്നെയായിരുന്നു. സോ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ, ആ ഒരു ടോപ്പ് ഡൗൺ അനാലിസിസും കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് വീക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിൻ്റെ ബേസിൽ കിട്ടിയിട്ടുള്ള ഒരു ട്രേഡ് ആയിരുന്നു. അതേ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രേഡ് വെച്ചിട്ട്, അതായത് നമുക്ക് ലാസ്റ്റ് വീക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നായിരുന്നു. അതായത് ഈ ഒരു ഏരിയയിൽ നിന്നായിരുന്നു നമുക്ക് ലാസ്റ്റ് വീക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൂവ് ആയിരുന്നു നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീക്ക് ക്യാച്ച് ചെയ്ത് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നെക്സ്റ്റ് ഈ ഒരു ഇമ്പൾസ് മൂവ് ആണ് നമ്മൾ ഈ ഒരു വീക്ക് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ലാസ്റ്റ് വീക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോ ആ ഒരു ട്രേഡ് കിട്ടിയപ്പോൾ ഒരു ഫണ്ടിങ് പിപ്സിൻ്റെ ഒരു 10K അക്കൗണ്ട് ഉണ്ടായിരുന്നു. സോ ഞാനൊരു മൈനസ് ഒരു 8.2% ഡ്രോ ഡൗണിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു ഡ്രോ ഡൗൺ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഡ്രോ ഡൗണിൽ നമ്മുടെ ആ ഒരു അക്കൗണ്ടിനും ബ്രേക്ക് ഈവനിലോട്ട് എത്തിക്കാൻ പറ്റിയിട്ട് ഈ ഒരു ട്രേഡ് കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു സിംഗിൾ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ 2 പ്രാവശ്യം ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ ഒരു ട്രേഡിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ആ ഒരു അക്കൗണ്ടിനെ ബ്രേക്ക് ഈവൻ സ്റ്റേജിലോട്ട് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ട്രേഡ് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണ ഈ ഒരു ട്രേഡ് വെച്ചിട്ട് phase 1 പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഞാൻ ആ ഒരു ഫണ്ടിങ് ടിപ്സ് അക്കൗണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ ഒരു 8%-ൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് ഒരു 9186, അതായത് ഒരു 8.2% ഡ്രോ ഡൗണിലോട്ട് പോയതാണ്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്, ആ ഒരു phase 1 പാസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇവിടെ ഞാനൊരു സിംഗിൾ ട്രേഡായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇവിടെ ഞാൻ 2 പ്രാവശ്യം ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഡ്രോ ഓൺ ലിക്വിഡിറ്റി ഉണ്ടായതുകൊണ്ട്, ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഡയറക്ഷണൽ ബയസ് ഉണ്ടായിരുന്നുകൊണ്ടായിരുന്നു ആ ഒരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ സിമ്പിളായിട്ടുള്ളൊരു ട്രേഡാണ്. ഇവിടെ നമ്മൾ ഫാൻസി ആയിട്ടൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് സ്ട്രക്ചറും ഓർഡർ ബ്ലോക്കും ഫെയർ വാല്യൂ ഗ്യാപ്പും കാര്യങ്ങളും മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ക്വാർട്ടർലി തിയറിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു സെറ്റപ്പ് ആയിരുന്നു. ആൻഡ് ഈ ഒരു ട്രേഡ് എങ്ങനെയാണ് എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, സോ ഈ ഒരു ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഓർഡർ ബുക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ, ഓക്കെ, സോ ഒരു 3 പ്രാവശ്യമായിട്ടായിരുന്നു ആ ഒരു ഓർഡർ ഞാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിന് മുന്നേ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന് മുന്നേ സെയിം പൊസിഷൻ ആയിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 1.2988, 1.26988, 1.26989. ഓക്കെ, ഓൾമോസ്റ്റ് സെയിം പോയിന്റിൽ വെച്ചിട്ട് എനിക്ക് ലോസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതായത് ഫസ്റ്റ് ടൈം ഷോർട്ട് ചെയ്യാൻ നോക്കിയ സമയത്ത് ലോസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അത് എവിടെ നിന്നായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, GBP/USD നോക്കുവാണെങ്കിൽ ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇവിടെ പ്രൈസ് എന്ത് ക്രിയേറ്റ് ചെയ്തു, 4 അവറിലാണ് ഇപ്പോൾ. ഓക്കെ, 4 അവറിൽ ഒരു ഇമ്പൾസ് മൂവ് ക്രിയേറ്റ് ചെയ്തു, പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, പ്രൈസ് റിട്രേസ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് അഗെയിൻ ഒരു ഇമ്പൾസ് മൂവ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ ആ ഒരു റിവേഴ്സൽ നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നായിരുന്നു. ഓക്കെ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അകത്തുനിന്ന് ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റിലൊരു MSS കിട്ടിയപ്പോൾ ഞാൻ ട്രേഡ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു ഏരിയ ഞാൻ കാണിക്കുവാണെങ്കിൽ, അതായത് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുകളിലോട്ട് പോയിട്ട്, ഓക്കെ, ഇവിടെ വെച്ചിട്ട് ഞാൻ ഷോർട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഷോർട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു 15 മിനിറ്റിലൊരു MSS കിട്ടിയപ്പോൾ. ബട്ട് ആ ഒരു ട്രേഡ് എന്തായിരുന്നു, ആ ഒരു ട്രേഡ് SL ആയിരുന്നു. ഓക്കെ, ഈ ഒരു ട്രേഡ് വന്നിട്ട് SL ആയിരുന്നു. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പ്രൈസ് അതിന് ശേഷം നേരെ മുകളിലോട്ട് പോയി നമ്മുടെ SL എടുത്തു. ഓക്കെ, നല്ലൊരു മാനിപ്പുലേഷൻ അവിടെ തന്നിട്ടാണ് പിന്നെ ആ ഒരു പ്രൈസ് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സീറോ ട്രേഡ് എടുക്കാനുള്ള റീസൺ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീക്ക്ലി ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീക്ക്ലി ടൈം ഫ്രെയിം പ്രൈസ് കറൻ്റ്ലി ഈ ഒരു ബെയറിഷ് ഷോർട്ട് ബ്ലോക്കും ഈ ഒരു വീക്ക്ലി ബെയറിഷ് ഷോർട്ട് ബ്ലോക്കും പ്രൈസ് റിട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഒരു വീക്ക്ലി ഒരു ബെയറിഷ് ബയാസ് ആണ്. ആൻഡ് 4 അവർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തായിരുന്നു, ഇവിടെ വന്നിട്ട് നമുക്കിവിടെ ഇതായിരുന്നു ലാസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു സിംഗ്. ഓക്കെ, ഫോറക്സ് റീപ്ലേയിൽ പോയിട്ട് ആ ഒരു ട്രേഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ 4 അവർ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം, സോ റീസെൻ്റ് ആയിട്ടുള്ളൊരു സ്വിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, റീസെൻ്റ് ആയിട്ട് 4 അവറിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്വിങ് ഇതായിരുന്നു. സ്വിങ് ഹൈ ഇതായിരുന്നു, സ്വിങ് ലോ. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ സ്വിങ് ഹൈ വന്നിട്ടുള്ളത്. ആൻഡ് ഇതായിരുന്നു നമ്മുടെ സ്വിങ് ലോ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ പുതിയ, അതായത് റീസെൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചാണ്. ഓക്കെ, ഈ ഒരു റേഞ്ചിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ നോക്കുന്നത്. സോ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പ്രൈസ് ബെയറിഷ് ആണ്. അപ്പോൾ മോസ്റ്റ്ലി നമ്മളിവിടെ ഒരു ബെയറിഷ് ട്രെൻഡിൻ്റെ ഒരു റിവേഴ്സലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരിക്കലും പ്രൈസ് എന്ത് ചെയ്യത്തില്ല, ഇത് അങ്ങനെ തന്നെ ആ ഒരു ബെയറിഷ് ട്രെൻഡ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകത്തില്ല. പകരം പ്രൈസ് എന്ത് ചെയ്യും, പകരം പ്രൈസ് റിട്രേസ് ചെയ്തിട്ടായിരിക്കും, ദെൻ റിട്രേസ് ചെയ്തിട്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും പ്രൈസ് റിട്രേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എവിടെ വരെ പ്രൈസ് റിട്രേസ് ചെയ്യാം,
ഈ ഒരു ഏരിയൻ്റെ അകത്ത് പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്സും ഓർഡർ ബ്ലോക്സും വരെ പ്രൈസ് റിട്രേസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ഫസ്റ്റ് റിവേഴ്സൽ ഏരിയ എന്ന് പറയുന്നത്. സെക്കൻഡ് ഏരിയ ഏതാണ്? സോ ഇവിടെ നോക്കി നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ കാണാൻ പറ്റണില്ലേ? സോ ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരു ബൈസൈഡ് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നോ? ഈ ഒരു ബൈസൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ട് ഒരു സ്ട്രോങ് ഡൗൺ മൂവ് കാണാം. അപ്പോൾ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എന്താണ്? ഇതൊരു ബെയർ ഷോർട്ട് ബ്ലോക്ക് ആണോ? ഓക്കെ, ഈ ഒരു ബെയർ ഷോർട്ട് ബ്ലോക്കിനായിരുന്നു നമ്മുടെ ആ ഒരു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊരു ബെയർ ഷോർട്ട് ബ്ലോക്ക് ആയിരുന്നു. ആൻഡ് ഇത് വന്നിട്ട് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരുന്നു. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരുന്നു നമ്മൾ ആ ഒരു ഫസ്റ്റ് ടൈം നമുക്കൊരു ആ ഒരു ട്രേഡ് എടുത്തപ്പോൾ ഒരു എസ് എൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്നായിരുന്നു. ഓക്കെ, സോ നമുക്ക് നോക്കാം പ്രൈസിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് നോക്കാം. ഓക്കെ, സോ പ്രൈസ് വന്നു ആ ഒരു ഫസ്റ്റ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തട്ടിയിട്ട് നമുക്ക് എന്ത് കിട്ടി? ഒരു റിവേഴ്സൽ കാണിച്ചു. ബട്ട് അതെന്തായിരുന്നു? അതൊരു ഫേക്ക് മൂവ് ആയിരുന്നു. ഓക്കെ, സോ നമ്മൾ വെയിറ്റ് ചെയ്ത് അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു 4 ഹവറിലുള്ള ഈ ഒരു ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. ഓക്കെ, സോ ഈ ഒരു ഓർഡർ ബ്ലോക്ക് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തപ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ഒരു റിവേഴ്സൽ പ്രൈസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് മിറ്റിഗേറ്റ് ചെയ്തപ്പോൾ തന്നെ പ്രൈസ് നല്ല റിവേഴ്സൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇവിടെ നമ്മൾ റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യുന്നു. കാരണം നമ്മുടെ ഫൈനൽ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡ്രോൺ ലിക്വിഡിറ്റി ഏതാണ്? നമ്മുടെ ഡ്രോൺ ലിക്വിഡിറ്റി ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റിയാണ്. ഓക്കെ, നമ്മുടെ ഡ്രോൺ ലിക്വിഡിറ്റി ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റിയാണ്. കാരണം നമുക്കറിയാം എന്തായാലും ആ ഒരു ബെയറിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലോവർ ലോ ബ്രേക്ക് ചെയ്തിട്ട് പ്രൈസ് എന്തായാലും പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രോൺ ലിക്വിഡിറ്റി ഈ ഒരു സ്വിംഗ് ലോയാണ്. ഓക്കെ, നമുക്കൊരു ക്ലീൻ ആയിട്ടൊരു ഡ്രോൺ ലിക്വിഡിറ്റി ഉണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഹൈ ടൈം ഫ്രെയിമിലുള്ള 4 ഹവറിലുള്ള ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അകത്താണ്, സോറി, ഒരു ബെയറിഷ് ഷോർട്ട് ബ്ലോക്കിൻ്റെ അകത്താണ് നമ്മളുള്ളത്. സോ ഇവിടെ നമുക്കൊരു റിവേഴ്സൽ ട്രേഡ് നോക്കാം. ഓക്കെ, സോ ഞാൻ കൺഫർമേഷൻ ആയിട്ട് എടുത്തിട്ടുള്ളത് 15 മിനിറ്റുള്ള ഒരു MSS ആണ് ഞാൻ കൺഫർമേഷൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ 15 മിനിറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ സോ നമ്മൾ ഫസ്റ്റ് ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ നിന്നായിരുന്നു. ഓക്കെ, ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടായിരുന്നു ഞാൻ ആ ഒരു ഫസ്റ്റ് ആ ഒരു ട്രേഡ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊരു ഒരു ഒരു ഫേക്ക് മൂവ് ആയിരുന്നു. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്തു? നല്ലൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ ഒരുപാട് ആൾക്കാർ MSS കണ്ടിട്ട് ട്രേഡ് നോക്കിയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരുപാട് ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് ബൈ ഓർഡേഴ്സ് അഗെയിൻ ഇവിടെ ബിൽഡപ്പ് ചെയ്തു. ഓക്കെ, സോ അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? എഗെയിൻ പ്രൈസ് എന്ത് ചെയ്തു? ആ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം അവിടെ നമുക്കൊരു നല്ലൊരു MSS കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് നല്ലൊരു MSS കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, സോ ഇവിടെ എന്ത് നടന്നു? നല്ലൊരു ഡിസ്പ്ലേസ്മെൻറ്റ് 15 മിനിറ്റിൽ ഇവിടെ നടന്നു. ഓക്കെ, സോ ഈ ഒരു സമയത്തായിരുന്നു എൻ്റെ എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആ ഒരു സമയത്ത് എൻ്റെ എൻട്രി ഓൾമോസ്റ്റ് ഓക്കെ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ പ്രൈസ് നോക്കി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നല്ല രീതിയിൽ പ്രൈസ് അപ്സൈഡിനോട്ട് റിട്രേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അകത്തുനിന്ന് പ്രൈസ് ഒരു റിവേഴ്സൽ കാണിച്ച് തുടങ്ങിയപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? എൻ്റെ ഒരു എൻട്രി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ എൻട്രി പോയിന്റ് വന്നിട്ട് ആ ഒരു ഫസ്റ്റ് ട്രേഡിൻ്റെ എൻട്രി പോയിന്റ് വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു എവിടെ ഓപ്പൺ 1.26805. ഓക്കെ, 1.26805 1.26805 അതായത് ഈ ഒരു പോയിന്റ് നിന്നായിരുന്നു എൻ്റെ ഒരു എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്റ്റോപ്പ് ലോസ് വന്നിട്ട് ഈ ഒരു MSS കിട്ടിയിട്ട് ലക്കിൻ്റെ ഹൈ ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു ഹൈ SL ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 21 പിപ്സ് വന്നിട്ടുണ്ട്. ടാർഗറ്റ് വന്നിട്ട് നമ്മുടെ ടാർഗറ്റ് വന്നിട്ട് ഈ ഒരു പോയിന്റ് ആയിരുന്നു നമ്മുടെ ടാർഗറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു പോയിന്റാണ് നമ്മുടെ ടാർഗറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് സോ ഇതിന് ശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ ആ MSS കിട്ടിയതിന് ശേഷമുള്ള പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഓക്കെ, അതിന് ശേഷം പ്രൈസ് ആ ഒരു ശേഷം നൈറ്റ് നല്ല രീതിയിൽ അപ്സൈഡ് കയറി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ആ ഒരു ടൈം നോക്കുവാണെങ്കിൽ ഓക്കെ നമുക്ക് ആ ഒരു ഫസ്റ്റ് എൻട്രി കിട്ടിയിട്ടുള്ള ടൈം വന്നിട്ട് ഓക്കെ ഓൾമോസ്റ്റ് ഒരു 8:30 അതായത് 8:30 ന്യൂയോർക്ക് ടൈമിനായിരുന്നു ആ ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടായത്. അതായത് നമ്മുടെ ന്യൂയോർക്ക് ഓപ്പൺ കിൽസോണിൻ്റെ അകത്താണ് നമുക്ക് ആ ഒരു എൻട്രി ആ ഒരു ഫസ്റ്റ് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഓക്കെ പ്രൈസ് നല്ല രീതിയിൽ റിട്രേസ് ചെയ്ത് അപ്സൈഡ് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്റ്റിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒന്നും ഹിറ്റ് ചെയ്തിട്ടില്ല. സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്തൊന്നും വന്നിട്ടില്ല. ഓക്കെ, അതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്യാൻ തുടങ്ങി? ആ ഒരു
ഓക്കെ ഓക്കെ ഓക്കെ. സോ ആ ഒരു പിറ്റേ ദിവസം ലണ്ടൻ സെഷൻ്റെ അകത്തോട്ട് വന്നപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, ദെൻ അഗെയിൻ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൈസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അഗെയിൻ നമുക്കൊരു 15 മിനിറ്റിൽ ആ ഒരു സ്ട്രക്ചർ ബ്രേക്കിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് കാണാം. 15 മിനിറ്റിൽ അഗെയിൻ നമുക്കൊരു ബ്രേക്ക് കിട്ടി. ഓക്കെ, ആ ഒരു സമയത്ത് എൻ്റെ സെക്കൻഡ് എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ലണ്ടൻ സെഷൻ്റെ അകത്താണ് എൻ്റെ സെക്കൻഡ് എൻട്രി വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ സെക്കൻഡ് എൻട്രിയുടെ ആ ഒരു പോയിന്റ് വരുന്നത് 1.26678. ഓക്കെ, 1.26678. 1.26678. ഓക്കെ, ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടായിരുന്നു സെക്കൻഡ് എൻട്രി വന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് സ്റ്റോപ്പ് ലോസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയായിരുന്നു. അതായത് ഈ ഒരു ഫെയർ വാലി ഗ്യാപ്പ് ഒന്നും ഇല്ലാത്ത രീതിയിൽ, അതായത് ഈ ഒരു ഫെയർ വാലി ഗ്യാപ്പിന് അതായത് ആ ലാസ്റ്റ് ഫെയർ വാലി ഗ്യാപ്പിൻ്റെ തൊട്ട് മുകളിൽ. ഓക്കെ, ആൻഡ് ടാർഗറ്റ് വന്നിട്ട് സ്റ്റിൽ ഈ ഒരു പോയിൻ്റാണ് നമ്മുടെ ടാർഗറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് എൻട്രി വന്നിട്ട്. ആൻഡ് നമ്മുടെ തേർഡ് എൻട്രി വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ഈ ഒരു ബ്രേക്ക് കിട്ടിയപ്പോൾ, അതായത് ഞാൻ സെക്കൻഡ് എൻട്രി വന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നല്ല. ഓക്കെ, ഓൾമോസ്റ്റ് ഇവിടെ നമുക്ക് കാണാം. ഓക്കെ, സോ ആ ഒരു സെയിം പ്രൈസ് പോയിന്റ് ആണ്. അതായത് നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് കിട്ടിയില്ല, ആ ഒരു സെക്കൻഡ് ബ്രേക്ക് കിട്ടിയില്ല. സെക്കൻഡ് ബ്രേക്ക് കിട്ടിയപ്പോൾ പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ഫെയർ വാലി, ഇവിടെ ഒരു സ്മോൾ ഫെയർ വാലി ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ലണ്ടൻ സെഷൻ്റെ സമയത്ത്. ഓക്കെ, ഈ ഒരു സ്മോൾ ഫെയർ വാലി ഗ്യാപ്പ് വന്നിട്ട് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം താഴോട്ട് പോകുന്ന, അതായത് ഈ ഒരു റിവേഴ്സിൽ. ഓക്കെ, ഇവിടുന്ന് ഈ ഒരു റിവേഴ്സിൽ കാണിച്ചപ്പോഴായിരുന്നു എൻ്റെ സെക്കൻഡ് എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ ടൈം പ്രൈസ് സെയിം പ്രൈസ്. ഓക്കെ, പ്രൈസ് ഇവിടെ 1.2 ഓക്കെ 1.26229. ഓക്കെ, അത് ക്ലോസ് ചെയ്ത പ്രൈസാണ്. ഓക്കെ, 1.26678. 1.26678. ഓക്കെ, സോ സ്റ്റോപ്പ് ലോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയയിലായിരുന്നു സ്റ്റോപ്പ് ലോസ്. ആൻഡ് ടാർഗറ്റ് വന്നിട്ട് ഈ ഒരു ഏരിയ ആണ് ഞാൻ ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആ ഒരു സെക്കൻഡ് ബ്രേക്ക് കിട്ടിയ സമയത്ത്. ആൻഡ് തേർഡ് എൻട്രി വന്നിട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് എഗെയിൻ എന്ത് കാണാം, ഇവിടെ നമുക്കൊരു ബ്രേക്ക് കിട്ടി, അതിന് ശേഷം പ്രൈസ് റിട്രേസ് ചെയ്തു. ഓക്കെ, ഈ ഒരു ഏരിയ വരെ പോയി, എഗെയിൻ ആ ഒരു ഏരിയ വരെ പോയി, എന്നിട്ട് അവിടെ നിന്ന് എന്ത് കിട്ടി, എഗെയിൻ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് കിട്ടി 15 മിനിറ്റിൽ. എഗെയിൻ ഇവിടെ നമുക്കൊരു ബ്രേക്ക് കിട്ടി. ഓക്കെ, നല്ല കുഴപ്പമില്ലാത്തൊരു ബ്രേക്ക് ആയിരുന്നു. ഈ ഒരു ബ്രേക്ക് കിട്ടിയ സമയത്ത് ഇവിടെ പ്രൈസ് എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ ഒരു ഇവിടെ ഞാൻ എവിടെയാണ് പ്രൈസ് എൻട്രി എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫെയർ വാലി ഗ്യാപ്പിൻ്റെ കറക്റ്റ് ആ ഒരു മിഡ് പോയിന്റിലായിട്ടാണ്. ഓക്കെ, ആ ഒരു മിഡ് പോയിന്റ് ഒരു റിവേഴ്സിൽ കാണിച്ചപ്പോൾ ഈ ഒരു ഏരിയയിലായിട്ടാണ് ഞാൻ എൻട്രി വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് സ്റ്റോപ്പ് ലോസ് വന്നിട്ട് ഈ ഒരു സ്വിംഗ് ഹൈ ആയിരുന്നു. ആൻഡ് ടാർഗറ്റ് വന്നിട്ട് നമ്മുടെ ഈ ഒരു സ്വിംഗ് ലോ ആയിരുന്നു. ആൻഡ് കറക്റ്റ് ആ ഒരു പ്രൈസ് നോക്കുവാണെങ്കിൽ 1.2661. ഓക്കെ, 1.2661. ഓക്കെ, സോ ആ ഒരു ഫെയർ വാലി ഗ്യാപ്പിൻ്റെ കറക്റ്റ് മിഡ് പോയിന്റ് കിട്ടിയില്ല, കുറച്ച് തൊട്ട് താഴെയായിട്ട്. ഓക്കെ, ആൻഡ് ടാർഗറ്റ് വന്നിട്ട് സ്റ്റിൽ നമ്മുടെ ആ ഒരു 4 ഹവറിലുള്ള സ്വിംഗ് ലോ ആണ് നമ്മുടെ ടാർഗറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് നമ്മളിവിടെ നോക്കിയിട്ടുള്ള ആ ഒരു 4 ഹവറിലുള്ള സ്വിംഗ് ലോ. ഓക്കെ, ഈ ഒരു സ്വിംഗ് ലോ ആണ് നമ്മുടെ ടാർഗറ്റ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു MSS കിട്ടിയതിന് ശേഷം പ്രൈസ് ഒരു നല്ലൊരു ഡൗൺ മൂവ് ചെയ്യും, അഗെയിൻ നല്ല രീതിയിൽ റിട്രേസ് ചെയ്തു. ഓക്കെ, ഈ ഒരു സമയത്ത് എക്സിറ്റ് ചെയ്യാനുള്ള കുറച്ച് ടെൻഡൻസീസ് ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു ക്ലിയർ ഡ്രോൺ ലിക്വിഡിറ്റി ഉണ്ടായതുകൊണ്ട് അത് ഹോൾഡ് ചെയ്തു. ആൻഡ് അതുപോലെ തന്നെ ഒരു 7:30 ന്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, 7:30 ഒരു എന്തായിരുന്നു, ഓക്കെ ന്യൂയോർക്ക് ഹോം സെയിൽസിൻ്റെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. റെഡ് ഫോൾഡർ ആയിരുന്നു, ബട്ട് വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, ആൻഡ് പ്രൈസ് എന്ത് ചെയ്തു, അതിന് ശേഷം നോക്കുവാണെങ്കിൽ നേരെ വന്നു വന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഓക്കെ, ഇതായിരുന്നു GBPUSDയിൽ ലാസ്റ്റ് വീക്ക്, അതായത് ലാസ്റ്റ് വീക്കല്ല ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രേഡ്. ഓക്കെ, സോ എൻട്രി വന്നിട്ട് മിനിഞ്ഞാന്നായിരുന്നു ഒരു ഫുൾ ഡേ ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ
സെയിം വ്യൂ ആയിരുന്നു. ആ ഒരു സെയിം വ്യൂയുടെ അകത്ത് ആ ഒരു 15 മിനിറ്റിൽ ബ്രേക്ക് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ജസ്റ്റ് പൊസിഷൻസ് ആഡ് ചെയ്തു. ഓക്കെ, സോ ഫസ്റ്റ് ആ ഒരു MSS കിട്ടിയപ്പോൾ ആഡ് ചെയ്തു. ആൻഡ് സെക്കൻഡ് വന്നിട്ട് ആ ഒരു MSSൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് 15 മിനിറ്റിൽ ഒരു ബ്രേക്ക് കിട്ടിയപ്പോൾ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയപ്പോൾ ലണ്ടൻ സെഷൻ്റെ അകത്ത് വെച്ചിട്ട് അവിടെ ഒരു പൊസിഷൻ ആഡ് ചെയ്തു. ആൻഡ് തേർഡ് എൻട്രി വന്നിട്ട് അഗെയിൻ ആ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് അഗെയിൻ 15 മിനിറ്റിൽ ഒരു ബ്രേക്ക് കിട്ടിയപ്പോൾ ആ ഒരു ബ്രേക്കിൻ്റെ ഏരിയയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അകത്ത് തേർഡ് എൻട്രി എടുത്തു. ഓക്കെ, സോ നമുക്ക് അതിന് ശേഷം എൻട്രി എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. നമുക്ക് ഒരു അഗെയിൻ ഒരു ബ്രേക്ക് നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു, ബട്ട് അത് മതിയായിരുന്നു. ഓക്കെ, ഫേസ് 1 പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു 3 എൻട്രീസ് മതിയായിരുന്നു. ഓക്കെ, സോ ഇതായിരുന്നു ലാസ്റ്റ് വീക്കിലത്തെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു ട്രേഡ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി, നമ്മുടെ ഫേസ് 1, ഓക്കെ, ഫണ്ടിങ് പിപ്സിൻ്റെ ഫേസ് 1 പാസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഒരു സിംഗിൾ ട്രേഡിലായിരുന്നു, അതായത് ഒരു സിംഗിൾ ഡേ ആയിരുന്നു ആ ഒരു ട്രേഡ് പാസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചലഞ്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു March 7 ഓക്കെ, March 7 മാർച്ചിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഞാൻ പറഞ്ഞ ഒരു 8.2% ഡ്രോ ഡൗൺ വന്നു. ഓക്കെ, ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തു. ആൻഡ് ജസ്റ്റ് ഒരു ടു ട്രേഡ്സിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റി, അത് ബ്രേക്ക് ഈവനിലോട്ട് എത്തിക്കാൻ പറ്റി. ആൻഡ് ബ്രേക്ക് ഈവനിലോട്ട് എത്തിച്ചതിന് ശേഷം ഒരു ദിവസം കൊണ്ട് തന്നെ അത് പാസ് ചെയ്യാൻ പറ്റി. ഓക്കെ, സോ ഇതായിരുന്നു ആ ഒരു ചലഞ്ചിൻ്റെ അപ്ഡേറ്റ് വരുന്നത്. ഓക്കെ, സോ ബാക്കി കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഫേസ് 2 ക്രെഡൻഷ്യൽസ് കിട്ടിയതിന് ശേഷം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഓക്കെ, സോ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ആ ഒരു ലാസ്റ്റ് വീക്ക് കിട്ടിയിട്ടുള്ള ട്രേഡ്സ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് എപ്പോഴും വേണ്ടത് നമ്പർ ഓഫ് ട്രേഡ്സ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതല്ല. ഓക്കെ, എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ക്വാളിറ്റി ട്രേഡ്സിലായിരിക്കണം. അതായത് സിംപ്ലി നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഡ്രോൺ ലിക്വിഡിറ്റി വേണം. അതായത് ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ സ്ട്രക്ചർ ക്ലിയർ ആയിരിക്കണം. ഓക്കെ, പ്രൈസ് മൂവ് ചെയ്യുന്ന ക്ലാരിറ്റിയിലായിരിക്കണം. അതായത് മാർക്കറ്റ് കണ്ടീഷൻ, ഓക്കെ, മാർക്കറ്റ് കണ്ടീഷൻ അടിപൊളിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് അടിപൊളി ട്രേഡ് എടുക്കാം. ഒരിക്കലും മാർക്കറ്റ് കണ്ടീഷൻ അടിപൊളി അല്ലെങ്കിൽ, അതായത് ക്ലീൻ മാർക്കറ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ക്വാളിറ്റി ട്രേഡ്സ് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ കറണ്ടായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ഒരു 1 മന്തൊക്കെ നോക്കുവാണെങ്കിൽ, 1 മന്ത് അല്ല, ഒരു 2 വീക്സ്, ഒരു 3 വീക്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇവിടെ ക്ലീൻ പ്രൈസ് ആക്ഷൻ ആണ്. ഇപ്പോൾ ജസ്റ്റ് GBP/USD നോക്കുവാണെങ്കിൽ, ഫോർവേഡ് സ്ട്രക്ചർ തന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നമുക്കൊരു MSS കിട്ടി. സോ പ്രൈസ് റിട്രേസ് ചെയ്ത് എവിടെയായിരുന്നു, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അകത്തായിരുന്നു. ആൻഡ് അതിനുശേഷം എന്ത് ചെയ്തു, അഗെയിൻ പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് പ്രൈസ് റിട്രേസ് ചെയ്തിട്ട് വന്നത് ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ അകത്തായിരുന്നു. ഓക്കെ, പ്രൈസ് ആക്ഷൻ ക്ലീൻ ആയിരുന്നു. ഓക്കെ, സോ നമ്മളെപ്പോഴും പ്രൈസ് ആക്ഷൻ, ഒരു ക്ലീൻ പ്രൈസ് ആക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു ലോ പ്രോബിലിറ്റി കണ്ടീഷൻസിലൊക്കെ നമ്മൾ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊരിക്കലും ക്വാളിറ്റി ട്രേഡ്സ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന മോസ്റ്റ്ലി ട്രേഡ്സ് എന്തായിരിക്കും, ഒരു എസ്സലായിരിക്കും. ഓക്കെ, ഇവിടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് എന്ത് അക്യുമുലേഷൻ ആണ്. ഓക്കെ, ഒരു കൺസോൾട്ടേഷൻ ഫേസ്. എവിടെയൊന്നും നമുക്ക് കാര്യമായിട്ടുള്ള ക്വാളിറ്റി ട്രേഡ്സ് ഒന്നും നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെയും കാര്യമായിട്ട് നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാം. ഓക്കെ, സോ എപ്പോഴും പ്രൈസ് ആക്ഷൻ, ക്ലീൻ പ്രൈസ് ആക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ ക്ലീൻ പ്രൈസ് ആക്ഷൻ വരുന്ന സമയത്ത് എന്താണ്, നമുക്ക് അടിപൊളി ട്രേഡ്സ് നമുക്ക് എന്തായാലും പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, എപ്പോഴും പേഷ്യൻസ്, ആ ഒരു പേഷ്യൻസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആ ഒരു പേഷ്യൻസ് ഉണ്ടെങ്കിൽ, നമുക്ക് ആ ഒരു വെയിറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല ട്രേഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സിംഗിൾ ട്രേഡ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ അകത്ത് ക്യാപിറ്റലൈസ് കൂടുതൽ പൊസിഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ ഡ്രോ ഡൗൺസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഒരു ഡ്രോ ഡൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ട്രേഡേഴ്സും കടന്നു പോകുന്ന ഒരു പാർട്ട് ഓഫ് ദി പ്രോസസ്സാണ് ഈ ഒരു ഡ്രോ ഡൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്ക് ടു ബാക്ക് ലോസസ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡ്രോ ഡൗണിലോട്ട് പോകുന്നത്. ഓക്കെ, സോ ബാക്ക് ടു ബാക്ക് ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 to 3 ലോസസ് ഒക്കെ വരുമ്പോഴാണ്, ബാക്ക് ടു ബാക്ക് വരുമ്പോഴാണ് നമ്മൾ ഡ്രോ ഡൗണിലോട്ട് പോകണം. ഓക്കെ, സോ ഒരു ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഇമോഷണലി, സൈക്കോളജിക്കലി അവിടെ കുറച്ച് പ്രശ്നങ്ങൾ വരും. കാരണം നമുക്ക് ഇവിടെ എന്ത് സംഭവിച്ചു, ഒരു ബാക്ക് ടു ബാക്ക് ലോസസ് വന്നു, അതായത് ഒരു 3 to 4 ലോസസ് വന്നു വിചാരിച്ചു. ഓക്കെ, സോ 3 to 4 ലോസസ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്പർ 1 നമ്മളൊരു ബിഗ് ലോസിലായിരിക്കും. ഓക്കെ, സോ നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാകും, ബട്ട് സ്റ്റിൽ ലോസിലായിരിക്കും. ആൻഡ് നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് തെച്ചവിടെ റോങ് ആണ്. ഓക്കെ, അതായത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് തെച്ചവിടെ റോങ് ആയി. ഒന്ന്, നമ്മുടെ കയ്യിലുള്ള പൈസ പോയി. രണ്ട്, നമ്മുടെ ഡിസിഷൻസ് റോങ് ആയി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള, നമ്മുടെ സ്ട്രാറ്റജിയിലുള്ള നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് നഷ്ടപ്പെടും. ഓക്കെ, അതായത് ഒരു ന്യൂബി ട്രേഡർ ആണെങ്കിൽ, ഒരു ബിഗിനർ ട്രേഡർ ആണെങ്കിൽ ബാക്ക് ടു ബാക്ക് ലോസസ് വരുമ്പോൾ ആ ഒരു സ്ട്രാറ്റജിയിലുള്ള ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടും. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ ആ ഒരു സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവും. ഓക്കെ, സോ ഇതിനൊക്കെയുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രാറ്റജി ഒരിക്കലും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയിൽ നമുക്ക് പ്രോപ്പറായിട്ട് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം,
പ്രോപ്പറായിട്ട് അത് ബാക്ക് ടെസ്റ്റ് ചെയ്യണം. സോ പ്രോപ്പറായിട്ട് അത് ബാക്ക് ടെസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് അത് ലൈവ് ടെസ്റ്റ് ചെയ്യണം. സോ അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യണം. ഓക്കെ, സോ അങ്ങനെ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 1 to 2 ഇയേഴ്സ് ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഒരു പ്രീവിയസ് ഇയർ ഈ ഒരു സമയത്ത് നമുക്ക് ബാക്ക് ടു ബാക്ക് ലോസസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ വരുന്ന ഈ ഒരു ബാക്ക് ടു ബാക്ക് ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി നോർമലാണ്. നമുക്ക് വരുന്ന ട്രേഡ്സ്, നല്ല ട്രേഡ്സ് കിട്ടുമ്പോൾ അത് ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണമെങ്കിൽ ശരിക്കും ബാക്ക് ടെസ്റ്റിംഗ് തന്നെയാണ് എന്താ പറയുക നല്ലൊരു ഒരു ടൂൾ, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബാക്ക് ടെസ്റ്റ് ചെയ്ത് ലൈവ് ടെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ എപ്പോഴും നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് ഒന്ന് ജേണൽ ചെയ്ത് കൂടെ വെക്കുക. ഓക്കെ, സോ എന്നിട്ട് അത് വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക, ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, നമ്മുടെ ആ ഒരു ഡ്രോ ഡൗൺസ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ജസ്റ്റ് ആ ഒരു ട്രേഡ് റീക്യാപ്പും എൻ്റെ ആ ഒരു ഫേസ് 1 പാസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ഇനി ട്രേഡ്സ് കിട്ടുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്കിൻ്റെ അകത്ത് എന്തായാലും വീഡിയോസ് ചെയ്യാം. ഓക്കെ, സോ ഫേസ് 2യുടെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഷെയർ ചെയ്യും. ഓക്കെ, സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. സോ എല്ലാവർക്കും ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.